PSC ക്ലാസ് ആരംഭിക്കാം. ഇന്നലെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആർട്ടിക്കിൾ 24 എന്താണെന്ന് ചോദിച്ചിരുന്ന ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനമാണ്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനമാണ്. എത്തിപ്പോൺ ആണ് റബ്ബറിന്റെ പാലുൽപാദനം കൂട്ടുന്ന ഹോർമോൺ. ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എത്തിപ്പോൺ ആണ് റബ്ബറിന്റെ പാലുൽപാദനം കൂട്ടുന്ന ഹോർമോൺ. വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം, റബ്ബറിന്റെ പാലുൽപാദനം കൂട്ടുന്ന ഹോർമോൺ ഏതാണെന്ന് വേണം ചോദിക്കാം. എത്തിപ്പോൺ എന്നുള്ള ഉത്തരം എഴുതണം. ഇനി രണ്ടാമത്തെ ചോദ്യം, 1966 ജനുവരി 10 ആണ് 1966 ജനുവരി 10 താഷ്കന്റ് കരാർ ഒപ്പിട്ടത്. താഷ്കന്റ് കരാർ ഒപ്പിട്ടത് 1966 ജനുവരി 10. തിരിച്ചു ചോദിക്കാം, താഷ്കന്റ് കരാർ എന്നാണ് ഒപ്പിട്ടത്? താഷ്കന്റ് കരാർ ഒപ്പിട്ടത് 1966 ജനുവരി 10. ആ താഷ്കന്റ് കരാർ ഒപ്പിടുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ സമാധാന ഉടമ്പടിയായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ താഷ്കന്റ് കരാർ ഒപ്പിടുന്നത്. അങ്ങനെ നമ്മൾ പഠിക്കണം. വെറുതെ എന്തിനു വേണ്ടി ഒപ്പിടും? നമ്മളൊരു സമഗ്രമായിട്ടുള്ള അറിവ് സമ്പാദിക്കണം. മൂന്നാമത്തെ ചോദ്യം, കരാക്കസ് ആണ് വെനസ്വലയുടെ തലസ്ഥാനം. കരാക്കസ് ആണ് വെനസ്വലയുടെ തലസ്ഥാനം. അത് തെക്കേ അമേരിക്കൻ രാജ്യമാണ്. അപ്പൊ കരാക്കസ് ആണ് വെനസ്വലയുടെ തലസ്ഥാനം. അപ്പൊ വെനസ്വല എവിടെയാണെന്ന് നമ്മൾ അറിയണം അല്ലെ? വെനസ്വല തെക്കേ അമേരിക്കയിലാണ്. വെനസ്വലയുടെ തലസ്ഥാനം ഏതാണ്? കരാക്കസ് എന്നുള്ള ഉത്തരം നമ്മൾ എഴുതണം. ഇനി കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് ചോദ്യം ചോദിക്കാം. നൃത്യ കലാനിധി അവാർഡിന് തെരഞ്ഞെടുത്ത ഭരതനാട്യം കലാകാരി ആരാണെന്ന് ചോദിക്കുന്നത്. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കാം. നൃത്യകലാനിധി അവാർഡിന് തെരഞ്ഞെടുത്ത ഭരതനാട്യം കലാകാരി ആരാണ്? ഊർമിള സത്യനാരായണനാണ് നൃത്യകലാനിധി അവാർഡിന് തെരഞ്ഞെടുത്ത ഭരതനാട്യം കലാകാരി. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം. ഒരു രോഗമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ചോദിക്കുന്നത്, വൈറസ് കനൈൻ ഡിസ്റ്റംബർ രോഗം പരത്തുന്നു. വൈറസ് കനൈൻ ഡിസ്റ്റംബർ രോഗം പരത്തുന്നു. തിരിച്ചു ചോദിക്കാം, ഡിസ്റ്റംബർ രോഗം പരത്തുന്നത് ഏതാണെന്ന് ചോദിക്കാം. വൈറസ് ആണെന്ന് ഉത്തരം ചെയ്യുക. അത്ര അങ്ങനെ അങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചാലാണ് നമ്മുടെ മെമ്മറിയിലേക്ക് വരുള്ളൂ. ഇനി നാളത്തെ ഒരു ചോദ്യം ചോദിക്കാം. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണെന്ന് ചോദിക്കുന്നത്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. 6 ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. 2 കറണ്ട് അഫയേഴ്സും ബാക്കിയുള്ള 3 ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ PSCയിൽ ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള മുൻകാല വർഷങ്ങളിലൊക്കെ തന്നെ ചോദിച്ചിട്ടുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. നാളത്തെ ചോദ്യം, ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം നിങ്ങൾ നാളെ കമന്റ് ബോക്സിൽ ഇടണം. നിങ്ങളുടെ കുട്ടികളെ സുരക്ഷിതരാക്കാൻ വേണ്ടിയിട്ട് ഒരു സമഗ്രമായിട്ടുള്ള അറിവ് സമ്പാദിക്കാൻ എന്ത് തന്നെയായാലും കുട്ടികളെ ചെറുപ്പം മുതൽ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ട്രാക്ക് തിരിച്ചു വിടണം എന്നുള്ള നിർദ്ദേശമാണ് മക്കള്. മൊബൈലും അതുപോലെ ടിവിയുടെയൊക്കെ അമിത ഉപയോഗം വളരെയധികം ദോഷം ചെയ്യും. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. പരമാവധി പേര് ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പരമാവധി പേർക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ ഉപകരിക്കട്ടെ എന്നുള്ള നിർദ്ദേശമാണല്ലോ. ഓക്കെ, താങ്ക് യു.